നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ ഫോണിൽ വരുന്ന SMS-നെ എല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇങ്ങോട്ട് വന്നതായാലും നമ്മൾ അങ്ങോട്ട് അയച്ചതായാലും മെസ്സേജിനെ നമുക്ക് മൊത്തത്തിൽ എഡിറ്റ് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് പല സമയത്തും പല യൂസ്ഫുൾ ആയിട്ട് വന്നിരിക്കാം. എൻ്റെ ലൈഫിൽ ഒരുപാട് വന്നിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ പേരെന്ന് പറയുന്നത് SMS എഡിറ്റർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ പേര് നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഈ ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞ സമയത്ത് നമ്മുടെ ഫോണിലുള്ള എല്ലാ SMS-ഉം നമുക്കവിടെ കാണാനായിട്ട് പറ്റും. വന്നിട്ടുള്ള മെസ്സേജ് കാണാൻ പറ്റും. അതിൽ നിന്ന് ഞാൻ ഒരു മെസ്സേജ് ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഒരുപാട് മെസ്സേജ് കാണുമല്ലോ, അതിനകത്തുനിന്ന് വേറെ ഒരെണ്ണം ചെയ്തു. അപ്പോൾ നമുക്ക് അവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. നമുക്ക് അതിനകത്തുനിന്ന് ഏതാണോ എഡിറ്റ് ചെയ്യേണ്ടത് അത് എഡിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ അത് GK കഴിഞ്ഞിട്ടുള്ള ഒരു കോഡ് മാറ്റിയിട്ട് ഗാഡ്ജറ്റ്സ് എന്നാക്കി നിങ്ങൾക്ക് ഡേറ്റ് മാറ്റാനായിട്ട് പറ്റും. പിന്നെ ആ മെസ്സേജ് കണ്ടൻറ്റ് എന്താണോ അത് നിങ്ങൾക്ക് മാറ്റാനായിട്ട് പറ്റും. എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റിയെടുക്കാനായിട്ട് പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇത് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിഫോൾട്ടായിട്ടുള്ള മെസ്സേജ് ആപ്ലിക്കേഷനിൽ വന്നിരിക്കുന്ന മെസ്സേജും കൂടി മാറും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുമാത്രമല്ല ചില ഡിവൈസിൽ അല്ലെങ്കിൽ ചില ഫോൺസിൽ ഈ ഒരു ആപ്ലിക്കേഷൻ സപ്പോർട്ട് ആവത്തില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ചിലതിൽ മെസ്സേജ് ആപ്ലിക്കേഷൻ നിങ്ങൾ കറക്റ്റായിട്ടായിരിക്കത്തില്ല കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും. കണ്ടോ, ഇപ്പോൾ എൻ്റെ ഡിഫോൾട്ടായിട്ടുള്ള മെസ്സേജിങ് ആപ്പിൻ്റെ അകത്ത് നമുക്ക് ആ മെസ്സേജ് മാറിയിട്ടുണ്ട്. GK ഗാഡ്ജറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്ത കണ്ടൻറ്റാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് കണ്ടോ, ആ ടൈമും ഡേറ്റും എല്ലാം ഞാൻ അതുപോലെ വെച്ചിരുന്നതുകൊണ്ട് എനിക്ക് ആ ടൈമിൽ തന്നെ ആ ഡേറ്റ് തന്നെ കിടപ്പുണ്ട്. പക്ഷേ കണ്ടൻറ്റും ആ പേരും മാറിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് SMS-നെ കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ പറ്റിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ലൈഫ് സേവറായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് വേറൊരു തരത്തിലും ഹാക്കിങ്ങോ ഒന്നുമല്ല ഞാൻ പഠിപ്പിച്ചു തരുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് തന്നെ ഒരു സമയത്ത് എന്തെങ്കിലും നിങ്ങളുടേതായ പേഴ്സണൽ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. അതെനിക്ക് നല്ല ഉറപ്പാണ്. അതുകൊണ്ടാണ് ഈ ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്തിയത്. ഈ ആപ്ലിക്കേഷനും ഈ വീഡിയോയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങളെ വീണ്ടും നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നവരേക്കും ബൈ.